വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കുന്നത്, കൂരിത്തലയും കപ്പയും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ വരുന്ന കൂരിമീൻ്റെ തല കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചതാണിത്. 2 കിലോ കപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുരുമീൻ്റെ തല നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുടംപുളിയാണ് വേണ്ടത്. ഇതിന് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഒരു വലിയ പീസ് കുടംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. നമുക്ക് കൂരിത്തല വേവുമ്പോഴത്തേക്കും നമുക്ക് കപ്പ വേവിച്ചെടുക്കണം. അതിന് 2 കിലോ കപ്പയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കൂരിത്തല വെന്ത് നല്ല പാകമായിട്ടുണ്ട്. അതുപോലെ കപ്പയും വെന്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ചതാണ്. അപ്പം ഞാനിവിടെ ഒരു ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞെടുത്തതാണിത്, 2 പച്ചമുളക്, അതുപോലെ 2 തണ്ട് കറിവേപ്പില, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തതാണിത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചുള വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണിത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ നിറമാകാൻ വരെ വഴറ്റേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് നമുക്ക് കുറച്ച് വയ്ക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീറ്റ് മസാലയാണ് ഞാൻ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ തല വേവിച്ചത് ചേർത്ത് കൊടുക്കാം.
ഞാനിത് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൽ പുളി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് വേവിച്ച കപ്പയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ മീൻ വേവിച്ച ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം. അപ്പം നമ്മുടെ കൂരിത്തലയും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലും കപ്പയും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ കൂരിത്തലയും കപ്പയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റട്ടെ. അപ്പോൾ ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്